എനിക്ക് 2 ആൺമക്കളാണ്. അവരെ ചെറുതിലേ മുതൽ നമ്മൾ അടുക്കളയിൽ കയറ്റി അത്യാവശ്യം പാചകം ചെയ്യിക്കാനും തുണി അലക്കിക്കാനും പാത്രം കഴിക്കാനും ഒക്കെ ഇവരുടെ കുസൃതി കൊണ്ട് നമ്മൾ ഓരോ ജോലികളിലേക്ക് ഇവരെ തിരിച്ചു വിടുമ്പോൾ ഇവരത് ചെയ്തോളുമായിരുന്നു. പക്ഷേ അതുകൊണ്ട് ഇപ്പോൾ എന്താ വെച്ചാൽ അത്യാവശ്യം നന്നായിട്ട് പാചകം ചെയ്യും. ഞാൻ ഒരു ദിവസം വീട്ടിലില്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങൾ കൃത്യമായിട്ട് പൊക്കോളും. ഇവരുടെ പപ്പയും ഇവരും കൂടെ അടുക്കളയിൽ കയറുന്ന അന്ന് നമ്മുടെ അടുക്കളയെന്ന് പറഞ്ഞ ഭയങ്കര തട്ടും മുട്ടും ബഹളവുമാണ്. ഞങ്ങളുടെ അമ്മായിമ്മയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഞങ്ങളുടെ പപ്പയാണ്. എൻ്റെ കൂടെ വന്നിരിക്കുന്നത് എൻ്റെ മൂത്ത മകൻ ആൽഫിനാണ്. അവൻ അത്യാവശ്യം ജർമ്മൻ പഠിത്തം എല്ലാം കഴിഞ്ഞിട്ട് ഒരു 12:30 കഴിയുമ്പോഴായിരിക്കും അടുക്കളയിൽ കയറുന്നത്. ഞാൻ ഒരു 12:30 ആകുമ്പോൾ അടുക്കളയിൽ കയറി ഫുഡ് ഉണ്ടാക്കി ഒരു 3 മണിയാകുമ്പം ഇറങ്ങി വരുമ്പം ഈ സമയത്തായിരിക്കും അപ്പൻ രാവിലെ എഴുന്നേറ്റ് വരുന്നത്. പുള്ളിയും ഞാനും തമ്മിലൊരു കൊളാഷാ സാധാരണ ഈ ഒരു 3:30-4 മണി ടൈം. കണ്ടു കഴിയുമ്പോൾ പുള്ളിയാണെങ്കിലും ഗുഡ് മോർണിംഗ്, ഞാൻ അന്നെ ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞു പോയി കിടക്കും. പിന്നെ രാവിലെ എഴുന്നേൽക്കുമ്പം അപ്പൻ്റെ വായിന്ന് എന്തായാലും കേൾക്കും. കാരണം മല്ലിപ്പൊടി അങ്ങോട്ട് മാറിപ്പോയി, മുളക് പൊടി ഇങ്ങോട്ട് നീങ്ങിപ്പോയി, ഇഞ്ചി കുറെ എടുത്തു എന്ന് പറഞ്ഞ് അടിയായിരിക്കും. എന്ന് പറഞ്ഞാലും അപ്പന്റെ ഫുഡിന്റെ അത്രയും എന്റെയോ അമ്മയുടെയോ അനിയന്റെയോ ആരുടെയും ഫുഡ് അത്രയും വരത്തില്ല. പക്ഷെ ഇവിടെ എല്ലാം അടച്ചു വെച്ചേക്കാ ചേച്ചി, ഇവരൊന്നും കാണിക്കുന്നില്ല. അത് നീ കൈയിട്ട് വരുമെന്ന് പഠിച്ചിട്ടാണ്. സാധാരണ നമ്മള് വീട്ടിൽ സെയിം സാധനം. ഓക്കെ, ഇത് അട. ഓക്കെ, ഇത് ചേച്ചി വീട്ടിൽ ചെയ്തോ? വീട്ടിൽ നിന്ന് ഞാനിങ്ങനെ വേവിച്ചു. ദൈവം, ഈ കോട്ടയംകാരൊക്കെ എപ്പോഴും ഈ അട ഉണ്ടാക്കാൻ പഠിച്ചത്? ഞാൻ അറിഞ്ഞില്ല. ആണോ? എല്ലാരും അങ്ങ് വീട്ടിൽ നിന്ന് ഉണ്ടാക്കുവാ. അത് ശരി, കൊള്ളാമല്ലോ. ഇനി പാടം മേടിക്കണേ കോട്ടയത്ത് വരണം. പക്ഷെ സിമ്പിൾ ബട്ട് ദ ബെസ്റ്റ് അല്ലേ? നമ്മളെ കൊണ്ടാകാവുന്ന എന്താണ് സിമ്പിൾ ആയിട്ട് ചെയ്യാന്ന് കരുതി. കറക്റ്റ്. ചേച്ചിക്ക് ഇഷ്ടമാണോ പാചകമൊക്കെ? അത്യാവശ്യം നന്നായിട്ട് പാചകം ചെയ്യും. പിന്നെ ആരെ കൊണ്ടും മോശമൊന്നും പറയിപ്പിക്കത്തില്ല. പേരെന്നാ? പേര് ജോയ്സ്. ജോയ്സ്. മോന്റെ ആൽഫിൻ. എന്നാ പഠിക്കുവാന്നോ? ഞാൻ പോവാ. എങ്ങോട്ട്? ജർമ്മനിക്ക് പോവാ. എടാ, പായസം ഉണ്ടാക്കിയേച്ച് പോവാം, പോരുത് പ്ലീസ്. എനിവേ, ഓൾ ദി ബെസ്റ്റ്. ഞാനും പായസമായിട്ടുള്ള ബന്ധം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ 7-8 വർഷമായിട്ട് ഹരിപ്പാട് പായസമേളകൾ നടത്താറുണ്ട്. ഒരു 600-700 പേർക്ക് വരെ പായസം ഉണ്ടാക്കി കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ ഓരോ ഗ്ലാസ് കുടിക്കുമ്പോഴും അവരുടെ ഒരു റിവ്യൂ ഉണ്ടല്ലോ, അതാണ് സത്യത്തിൽ എൻ്റെ എനർജി. ഞാൻ ഈ സ്റ്റോൾ ഇടുമ്പം എൻ്റെ ഹസ്ബൻഡും മക്കളുമാണ് എനിക്കിന്ന് സപ്പോർട്ടായിട്ട് കൂടെ ഉള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹസ്ബൻഡിൻ്റെ സപ്പോർട്ടുണ്ട്. മക്കൾ 3 പേരും, ഒരാൾ മാർക്കറ്റിങ്, മറ്റു 2 പേരും ഓർഡർ എടുക്കുകയും ബാക്കി കണക്കുകളെല്ലാം നോക്കാനും സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനും എല്ലാം എൻ്റെ കൂടെ നിൽക്കുന്ന അവർ തന്നെയാണ്. നേരത്തെ അമ്മ പറഞ്ഞതുപോലെ ഞാനും എൻ്റെ ചേട്ടനും എൻ്റെ അനിയത്തിയും ഞങ്ങളെല്ലാവരും സ്റ്റോളിൽ ഇരിക്കാറുണ്ട്. പക്ഷേ ഈ പായസമേള എല്ലാം കഴിയുമ്പോൾ എൻ്റെ പൈസ ഞാൻ ചോദിച്ച് വാങ്ങാറുണ്ട്. അതിനൊരു കോംപ്രമൈസും ഇല്ല. വേലാസ്വാമിയുടെ നാടായ ഹരിപ്പാട് നിന്നാണ് ഞങ്ങൾ വരുന്നത്. ഓരോ ദിവസവും പായസം ഉണ്ടാക്കി വെച്ച് കഴിയുമ്പോൾ ഒരു ടെൻഷനാണ്, അത് തീരുമോ എന്ന്. പക്ഷേ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് അത് വൈകിട്ടാകുമ്പോഴത്തേക്കും തീർന്നിട്ട് നല്ല ഹാപ്പി ആയിട്ടാണ് ഞങ്ങൾ തിരിച്ചു പോരുന്നത്. അമ്മയുടെ പായസം പോലെ തന്നെയാണ് അമ്മ ഉണ്ടാക്കുന്ന സദ്യ. അപ്പോൾ ഓരോ പിറന്നാളാവാൻ വേണ്ടി ഞാൻ എപ്പോഴും കാത്തിരിക്കും. അപ്പോൾ അമ്മയുടെ സദ്യയും കഴിക്കാം, പായസവും കഴിക്കാം. ഇത്രയും പേരെ കണ്ടേച്ച് വന്നപ്പോ അങ്ങ് മടുത്തോ? ആദ്യം പക്ഷെ ഒരു കാര്യമുണ്ട്, ഇവിടെ എല്ലാരെക്കാട്ടിലും ട്രഡീഷണൽ ആയിട്ട് ഉരുളി വെച്ചേക്കുന്ന ഇവിടെയാ. കണ്ടോ? അതാ, ഓണത്തിനൊക്കെ സാധാരണ നമ്മുടെ വീട്ടിൽ നിന്ന് സ്റ്റോറിൽ നിന്ന് എടുക്കുന്ന ഒട്ടുരുളി ഇതാണ്. അതിനൊരു ഓണത്തിന്റെ നിറവുണ്ട് ഇവിടെ. ഇന്ന് ഉണ്ടാക്കുന്നേ, ഞാൻ ഉണ്ടാക്കുന്നതിന് റാഗിയും മഖാനയും ചേർത്തിട്ടുള്ള അടയും, അടമാങ്ങ, പഴുത്ത മാങ്ങ ശർക്കര ഇട്ട് ഉണക്കിയത്. അടമാങ്ങ സാധാരണഗതിയിൽ ഉപ്പിലിട്ടത് നമ്മൾ കഴിക്കുവല്ലേ? പഴുത്ത മാങ്ങ ശർക്കര ഇട്ട് ഉണക്കി സൂക്ഷിക്കാം. അത് ശരി. ഇത് വീട്ടിലെ എങ്ങനെ ആരാ സ്വന്തമായിട്ട് ചെയ്യുന്ന? എന്താ പേര്? സരിത സുരേഷ്. മോനോ? എന്റെ പേര് ഉണ്ണികൃഷ്ണൻ. എന്നാ ചെയ്യുവേ? ഞാൻ +2 പഠിക്കും. ഹെൽപ്പ് ചെയ്യോ അമ്മേനെ? കുഴപ്പമില്ല, ഹെൽപ്പ് ചെയ്യാറുണ്ട് അമ്മ. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓക്കെ. അതെ, ഒരു കാര്യം ഞാൻ പറയാം. ഈ 10 ടേബിളിൽ ഞാൻ പോയിട്ടും ഇതിന്റെ മുമ്പിൽ ഞാൻ ഇപ്പൊ എനിക്ക് തോന്നുന്നറിയോ, ഞാനൊരു ബിഗ് സീറോ ആണ്. ഞാൻ എൻ്റെ ലൈഫിൽ ഇങ്ങനെ ഓരോന്ന് ഇപ്പൊ ചേച്ചി പറഞ്ഞ പോലെ തൃപ്തിയായിട്ടും നിറവോടെയും രുചിയോടെയും കൊടുക്കണം എന്നുള്ള ഒരു ആഗ്രഹം എൻ്റെ ഉള്ളിലുണ്ട്. അതുകൊണ്ടാണ് പരീക്ഷണവും കുറേ പാചകം പഠിച്ചതും എല്ലാം. അല്ലാതെ വലിയ മിടിക്കൊന്നും അല്ലെന്ന് ഇപ്പോഴും സമ്മതിക്കുന്നില്ല. പക്ഷെ നിങ്ങളെ ഒന്നും ജഡ്ജ് ചെയ്യാൻ ഞാൻ ആരുമല്ല. അതിനായിട്ട് പറഞ്ഞ പോലെ നമുക്ക് ഏറ്റവും ഒരു സ്പെഷ്യൽ ഗസ്റ്റ് വന്നിട്ടുണ്ട്. അതെ ചേച്ചി, അത് പറയുന്നതിന് മുന്നേ
നമുക്ക് തട്ടിലേക്ക് കയറാം. അവിടെ നിൽക്കുമ്പോൾ കുറച്ചുകൂടെ എല്ലാവരും നമുക്ക് നന്നായിട്ട് കാണാം. കറക്റ്റ്. ഓക്കെ എന്നാ പോവാം. നമുക്ക്